ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മിനൂസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലടയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഞാനിതിന് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 3 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം പാല് തിളപ്പിക്കാൻ, കാരണം പെട്ടെന്ന് പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ നമ്മുടെ പാലിവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും അല്ലെങ്കിൽ പാല് പൊങ്ങിപ്പോവാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര സമയം എന്നൊന്നും ഇല്ല, നമ്മുടെ അട നല്ലോണം വേവുന്ന വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മുടെ അടയുടെ വേവ് പാകമായോ എന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ നമ്മുടെ അട വേവൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അതേ നമ്മൾ എടുത്തിരിക്കുന്ന പാലിൻ്റെ ഏകദേശം പകുതിയോളം വറ്റിപ്പോയിട്ടുണ്ട്. അതായത് നമ്മുടെ പാല് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ അടയും ഏകദേശം വേവായിട്ടുണ്ട്. നമ്മുടെ പാലിൻ്റെ കളറെല്ലാം മാറിയിരിക്കുന്നതുണ്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 7 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ അട ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പായസത്തിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.